നമസ്കാരം. കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയലിലെ നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും ഇന്നത്തെ കഥ കേട്ടാലോ? എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നിധിയും കൂട്ടിക്കൊണ്ട് നമ്മുടെ സുധീഷ് കിളിക്കൂട്ടിലോട്ട് വരികയാണ്. നിധിയെ കണ്ടതും നമ്മുടെ നികേഷ് ഓടി ചെന്ന് ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിക്കുകയാണ്. ഭയങ്കര വിഷമത്തോടെ ഓടി ചെന്ന് പിടിക്കുന്നത്. എവിടെ പോയി രണ്ടുപേരും എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് ഞങ്ങളൊന്ന് ഹണിമൂണിന് പോയതായിരുന്നു. ഹണിമൂണിന്? ആ അതെ, ഞങ്ങൾ ഹണിമൂണിന് പോയതാണ്. പോയപ്പം ഭയങ്കര വെയിൽ. അപ്പോൾ വെയിലൊക്കെ താന്നിട്ട് പതുക്കെ പോകാമെന്ന് നിധി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. ഇവിടെ വന്നപ്പോൾ നിധിയേട്ടത്തെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണെന്ന് പറയും. അപ്പോൾ അത് ഏട്ടത്തി ഇവിടുന്ന് പോയെന്നാണ് ഞാൻ കരുതിയെന്ന് പറയും. പോയില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേന്ന് നമ്മുടെ സുധീഷ് നമ്മുടെ നികേഷിനോട് പറയുകയാണ്. എങ്കിൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ശരിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിയൊക്കെ അങ്ങ് പുറത്തോട്ട് പോകുന്നു. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ നിധിയോടും സുധീഷിനോടും ചോദിക്കാൻ എന്ത് പറ്റി, വീട് കാണാൻ പോയിട്ട് എന്തോ ആയെന്ന് ചോദിക്കുക. അപ്പോൾ അത് സുഭാഷ് ഏട്ടാ അത് എന്താ മോളെ, അപ്പം അത് അവർ നമ്മൾ വീട് തരാമെന്ന് പറഞ്ഞാൽ ടോക്കൺ ഡാൻസൊക്കെ മേടിച്ചതിന് ശേഷം വീട് തരത്തില്ലെന്നാണ് പറഞ്ഞത്. വീട് തരത്തില്ലെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പം നമ്മുടെ സുഭാഷ് പറയുകയാണ് അത് അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വീട് കൊടുക്കത്തില്ല, ബാച്ചിലേഴ്സിന് മാത്രം കൊടുക്കാനായിട്ടിരുന്നതാണ്. അപ്പം നിധിക്ക് വീട് കൊടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഓ അങ്ങനെയാണ്. എന്തിനാ മോളെ വേറെ വീടൊക്കെ നോക്കുന്നത്? മോൾക്ക് ഇവിടെ താമസിച്ചൂടെ? മോളെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കത്തില്ലയോ? ഇപ്പം തന്നെ നികേഷിനെ കണ്ടില്ലേ, മോൾ ഇവിടുന്ന് പോയെന്ന് കണ്ടപ്പോൾ അവൻ എന്തൊരു സങ്കടവാനെന്നറിയാവോ? നിധിയെ കണ്ടതും അവൻ്റെ സന്തോഷം കണ്ടില്ലേ? അതുകൊണ്ട് മോൾക്ക് ഇവിടെ താമസിച്ചാൽ പോരായോ എന്ന് പറയും. അത് ശരിയാവത്തില്ല സുഭാഷ് ചേട്ടാന്ന് പറയുന്നു. എങ്കിൽ ചെല്ല് നിധി, ബാഗൊക്കെ അകത്തോട്ട് വെക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് നിധിയോട് പറയും. നിധി ബാഗെല്ലാം എടുത്ത് അകത്ത് പോകുന്നു. അപ്പോൾ നമ്മുടെ സുധീഷ് അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സുഭാഷേട്ടൻ പറയും, നീ അവിടെ നിന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കണ്ടെന്ന് പറയും. എന്താ സുഭാഷ് ചേട്ടാ? സത്യം പറയടാ, നീ അവിടെ ചെന്ന് നിധിക്ക് വീട് കൊടുക്കണം എന്നങ്ങനെ പറഞ്ഞായിരുന്നു? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. നിന്നെ കണ്ടാലറിയാം നീ എന്തോ ചെന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇങ്ങനെ സംഭവിക്കത്തില്ലെന്ന് പറയും. അപ്പം സുഭാഷ് ചേട്ടന് മനസ്സിലായില്ലേ? മനസ്സിലായെന്ന് പറയും. അത് അവളെ ഞാൻ താലി കെട്ടിക്കൊണ്ട് വന്നത് അവളിവിടുന്ന് പോകാനല്ലല്ലോ. ഞാൻ അവളിവിടെ നിന്നെങ്കിൽ എനിക്ക് അവളോടൊന്ന് സ്നേഹമായിട്ട് സംസാരിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ പറ്റത്തുള്ളൂ. അവളിവിടുന്ന് പോയാൽ എങ്ങനെയാണ് സുഭാഷ് ചേട്ടാ? എനിക്ക് അവളെ കാണാതിരിക്കാൻ ഒരു ദിവസം പോലും പറ്റത്തില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ സുഭാഷിനൊക്കെ സങ്കടമാവും. നിധി പോകുന്നത് സുഭാഷിന് വലിയ വിഷമമുള്ള കാര്യമാണ്. ചെയ്തത് കള്ളത്തരമാണെങ്കിലും നിധിയെ പിരിയാൻ കിളിക്കൂട്ടിലുള്ള ആർക്കും പറ്റത്തില്ലായിരുന്നു. അപ്പം പറയും ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ സുഭാഷും നമ്മുടെ സുധീഷും കൂടി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഭാസ്കരൻ കിടക്കുന്ന കട്ടിലിൽ നമ്മുടെ നികേഷ് ഇങ്ങനെ കിടന്നുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ കാണുകയാണ്. അപ്പം നമ്മുടെ നിധി സൈഡിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഏതാടാ ഈ പെൺകുട്ടി? അത് ഏട്ടത്തിയോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെന്നുള്ളത്. മനസ്സിലായി. എന്താ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ? ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ കോളേജിലെ വലിയ സ്റ്റാറാണ് ഏട്ടത്തി. നമ്മളൊക്കെ അവളുടെ പുറമെ ആമ്പിള്ളേരൊക്കെ കറങ്ങി നടക്കുമെന്ന് പറയും. പിന്നെ ഇടയ്ക്ക് ഒരു തവണ അവൾ എന്നെ നോക്കിയായിരുന്നു. നിൻ്റെ ക്ലാസ്സിലാണോ അവൾ? അല്ല, അവൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. എങ്കിലും അവൾ എന്നെ ഒരു നോട്ടം നോക്കി 2 ദിവസം മുന്നേ. ആ നോട്ടത്തിലറിയാം അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന്. പിന്നെ നീ വലിയ രാജകുമാരനില്ലേ? എന്താ ഏട്ടത്തി, ഞാൻ ലുക്കല്ലേ? ശരി. അതെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ നമ്മുടെ വില പോകത്തില്ലേ? ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ നിധിയും നമ്മുടെ നികേഷും നിധിയും കൂടി നിന്ന് സംസാരിക്കുന്ന സമയത്തോടെ നമ്മുടെ സുഭാഷ് ചേട്ടൻ കടന്നു വരികയാണ്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നു, നികേഷ് നീ കടയിൽ പോയി കുറച്ച് സാധനം മേടിച്ചുകൊണ്ട് വരണം, ലിസ്റ്റും പൈസയും ഈ സഞ്ചിയിലുണ്ടോയെന്ന് പറയുന്നു. എനിക്കിപ്പോഴും പോകാൻ വയ്യ സുഭാഷ് ചേട്ടാ, ഭയങ്കര വെയിലേ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ പറയും. അത് കുഴപ്പമില്ല സുഭാഷ് ചേട്ടാ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ നിധി സഞ്ചിയും പൈസയും മേടിക്കുമ്പം നികേഷ് പറഞ്ഞു വേണ്ട ഏട്ടത്തിൽ പോകണ്ട, ഞാൻ പോയിട്ട് വരാമെന്ന് പെട്ടെന്ന് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ സുഭാഷ് പറഞ്ഞു, കണ്ടില്ലേ മോളെ നിന്നോടുള്ള സ്നേഹം, നീ കടയിൽ പോകുന്നത് ഒന്നും അവനിഷ്ടമല്ല, നിന്നെ കാണാതായ സമയത്ത് അവൻ അനുഭവിച്ച സങ്കടം മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പിന്നെയും പറയാം, മോൾക്ക് ഇവിടുന്ന് പോകണോ? ഞങ്ങൾ മോളെ നല്ലോണം നോക്കത്തില്ലയോ? ഇതിൻ്റെ ആവശ്യമുണ്ടോ മോളെ? നിനക്ക് ഇവിടെ നിന്ന് ജോലിക്ക് പോവാം, നിനക്ക് ജോലി നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയും. അത് സുഭാഷ് ചേട്ടാ, ഞാനും സുധീഷും തമ്മിൽ നടന്ന വിവാഹത്തിനെ കുറിച്ചൊക്കെ സുഭാഷ് ചേട്ടന് അറിയത്തില്ലേ? അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല സുഭാഷ് ചേട്ടാ എന്ന് പറയും. സുഭാഷ് പറഞ്ഞിട്ടും നിധി നിൽക്കത്തില്ലെന്ന് തന്നെ തീരുമാനിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ സുഭാഷ് ഒന്നും പറയത്തില്ല, എനിക്ക് മോളുടെ ഇഷ്ടമെന്ന് പറയും. അങ്ങനെ നമ്മുടെ സുഭാഷും നിധി അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ രാത്രി സമയം ആയപ്പോഴത്തേക്കും എല്ലാവരും നമ്മുടെ ഹാളിൽ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. നമ്മുടെ സുഭാഷും സുധീഷും നികേഷും ഹരീഷും ഒക്കെ നിരന്ന് കിടക്കും. അപ്പോൾ നമ്മുടെ ഭാസ്കരൻ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാനായിട്ട് റൂമിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ സുധീഷ് ഇങ്ങനെ നടുക്ക് കിടക്കുന്നത്. ഇവൻ എന്താ ഇവിടെ കിടക്കുന്ന മട്ടിൽ നമ്മുടെ ഭാസ്കരൻ കൈ തട്ടി വിളിക്കുന്നു. എടാ നീ എന്താ ഇവിടെ കിടക്കുന്നത്? എന്താ ഇവിടെ കിടന്നാൽ കുഴപ്പം? എന്താ വേറെ പോലെ കൊട്ടാരം പണിഞ്ഞിട്ടിട്ടുണ്ടോ കിടക്കാൻ?
അങ്ങനെ അല്ലടാ ഞാൻ പറഞ്ഞത്, നിൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, നീ ഇവിടെ ആണോ കിടക്കണ്ടേന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹരീഷും നികേഷും ഒക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ഭാസ്കരനെ നോക്കും. പറഞ്ഞത് ശരിയാണല്ലോ. അപ്പം സുഭാഷ് ഏട്ടൻ പറയും, അച്ഛാ അവനവിടെ കിടന്നോട്ടെ, നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, നീ ഒന്നും പറയണ്ട, ഡാ പോയി നിൻ്റെ റൂമിൽ കിടക്കാൻ പറയും. കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവ് ഒരുമിച്ചാണ് കിടക്കേണ്ടത്, അതൊന്നും നിനക്കറിയത്തില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട്, അയ്യോ അവൻ ഇരിക്കുന്ന കണ്ടില്ലേ, കൊച്ചു കുഞ്ഞിനെ കണക്ക്, അവനൊന്നും അറിയത്തില്ല, എഴുന്നേക്കടാന്നോ, നിൻ്റെ പായും ഷീറ്റ് വല്ല എടുത്തുകൊണ്ട് പോകാൻ പറയും. അപ്പോഴത്തേക്ക് എന്നെ ഒരുത്തെ കല്യാണം കഴിച്ചിട്ട് അവൾ എന്നെ കളഞ്ഞിട്ട് പോയി, ഇനി നാട്ടുകാർ പറയണ്ട നിന്നെ കളഞ്ഞിട്ട് നിൻ്റെ ഭാര്യ പോയെന്ന്. അങ്ങനെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് പതുക്കെ ചെന്ന് നിധിയുടെ മുറി വന്നിട്ട് നിധിയെ ഇങ്ങനെ കഥയിൽ ഇങ്ങനെ മുട്ടി വിളിക്കും. നിധി എന്ന് വിളിക്കുമ്പോൾ നിധി കഥ ഉറക്കും. എന്താ മോളെ ഇത്, കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചല്ലേ കിടക്കേണ്ടത്, ഇതൊന്നും അറിയത്തില്ലയോ, ഇവനോ ബുദ്ധിയും ബോധമൊന്നുമില്ല, മോളെങ്കിലും അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടായോ എന്ന് നമ്മുടെ ഭാസ്കരൻ നിധിയോട് ചോദിക്കുന്നു. എന്താടാ ഇനി അകത്തോൻ ആരെങ്കിലും പറയണോ എന്ന് പറയുമ്പോൾ പതുക്കെ നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ടാന്നുള്ള രീതിയിൽ ഇങ്ങനെ നിധിയോട് പറയും. നിധിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. സുഭാഷും ഇങ്ങനെ പേടിച്ച് നിൽക്കുക. പതുക്കെ അകത്തോട്ട് കയറും. ഈ വാതിലടയ്ക്കാനോ ആരെങ്കിലും പറയണോ? അല്ല അച്ഛാ അത് പിന്നെ വേണ്ട, എന്ത് വേണ്ടെന്ന്, വാതിലടച്ചിട്ട് പോയി കിടക്കടാന്ന് പറയും. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ സുധീഷ് വാതിലടച്ചിട്ട് അകത്തിരിക്കും. ഇങ്ങനെ പോയി പായ ഷീറ്റൊക്കെ വിളിച്ച് ഇങ്ങനെ കിടക്കും. ഉടനെ സുഭാഷ് അവിടെ നിന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. ദൈവം എന്തോ ചെയ്യും, എന്തോ പറയും, ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ. എന്തുവാടാ നിനക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലയോ, നിനക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷിനെ കുറ്റപ്പെടുത്തി പറയും. നീ അവൻ്റെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഭാസ്കരൻ അങ്ങ് പോയി. ഇവരൊക്കെ ഉറങ്ങിയതിന് ശേഷം പതുക്കെ ചെന്നിട്ട് നമ്മുടെ നിധിയുടെ റൂമിൽ ഇങ്ങനെ സുഭാഷ് ഏട്ടൻ തട്ടി വിളിക്കും. ചോദിക്കും, നീ എന്തിനാണ് നീ ഇറങ്ങി വരാൻ പറയും. അല്ലാതെ അച്ഛൻ പോയില്ലേ, ഇന്ന് ഇറങ്ങി വരാൻ പറയും. പെട്ടെന്ന് നിധിക്കൊരു ശ്വാസം വീണാണ്. അല്ലെങ്കിൽ നിധി അവിടെ കിടന്ന് എങ്ങനെ ഉറങ്ങും. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ സുധീഷിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ പുറത്തു വിടും. ആ സമയത്ത് നിധി വളരെ ആശ്വാസത്തോടുകൂടി കതവൊക്കെ അടച്ച് പോയി കിടന്ന് ഉറങ്ങും. അപ്പം ഹരി എഴുന്നേറ്റ് പറയും, സുഭാഷ് ഏട്ടൻ എന്തിനാണ് പോയി ഇവനെ കൂട്ടിക്കൊണ്ട് വന്നത്, അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ, വല്ലപ്പോഴും ഇങ്ങനെ തലയ്ക്ക് വെളിവായിട്ട് ഓരോ കാര്യങ്ങൾ പറയത്തുള്ളൂ, എന്തിനാണ് വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കും. എടാ അത് എന്തുവായിരുന്നു, അവൻ വലിയ പ്രതിജ്ഞയൊക്കെ എടുത്തതല്ലേ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവർ ഭാര്യയും ഭർത്താവോടൊക്കെ ജീവിക്കത്തോളെന്നുള്ളത്, അപ്പോൾ പിന്നെ നമ്മളായിട്ട് എന്തിനാ തെറ്റിക്കാൻ നിൽക്കുന്നതെന്ന് പറയും. അപ്പോൾ ഹരീഷിന് പെട്ടെന്ന് സുഭാഷ് ഏട്ടനോട് ഒരു ചെറിയൊരു നീരസം കണക്ക് തോന്നും. അങ്ങനെ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ഇന്നത്തെ കഥയിലെ അവസാന ഭാഗം. അപ്പം നമുക്ക് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കഥയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ.